വൈകിട്ട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് 150 ഗ്രാം മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അരിക്കാം. മൈദ നമ്മൾ ഇതിലേക്ക് 150 ഗ്രാം അളന്നെടുത്തിട്ട് ഉള്ളതാണ്. ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി 50 ഗ്രാം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തന്നെ മിക്സ് ചെയ്യുക. ഇത് നമുക്ക് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ടൂട്ടി ഫ്രൂട്ടി കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് മറ്റൊരു ബൗളിലേക്ക് ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ് 100 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ്. നമുക്കിത് സ്പീഡ് 3-ലിട്ടിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര 150 ഗ്രാം പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നമുക്ക് ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശായിട്ട് ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അതിനുശേഷം ഇതിലേക്ക് 3 മുട്ടയാണ് ചേർക്കുന്നത്. ഇത് നമ്മൾ ഒരുമിച്ച് ചേർക്കാതെ ഓരോന്നായിട്ട് ചേർക്കണം. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് 1-ലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് ആ മുട്ടയ്ക്കൊന്ന് ഉടഞ്ഞ് ആ മിക്സിയിലേക്ക് ചേർന്നാൽ മതി. നമുക്കിത് വിസ്ക് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വാനില എസൻസ് 1/2 ടീസ്പൂണ്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദ മിക്സ്, ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാം. മുട്ട ബീറ്റ് ചെയ്യുമ്പോഴും അതുപോലെ നമ്മൾ മാവ് മിക്സ് ചെയ്യുമ്പോഴും സ്പീഡ് 1-ലിട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ നമുക്ക് പാത്രത്തിലാണ് നമ്മളിത് കേക്ക് ബേക്ക് ചെയ്യണമെങ്കിൽ പാത്രം നമ്മൾ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. ഓവണാണെങ്കിൽ 160 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് ബേക്ക് ചെയ്യാനായിട്ട് നമുക്ക് 30 മിനിറ്റാണ് വേണ്ടത്. സ്റ്റൗവിലാണെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുക. ഓവണിലാകുമ്പോൾ 160 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്താൽ നമ്മുടെ കേക്ക് റെഡിയാവും. നമ്മൾ ബട്ടർ പേപ്പർ ഇട്ടിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചിട്ട് നന്നായി സ്പ്രെഡ് ചെയ്ത് ടാപ്പ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്.